ഓരോ ദിവസവും പുതിയതായിട്ട് എന്ത് ചെയ്യാം, എന്ത് മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോഴിതാ നമ്മുടെ ബ്രൈഡൽ മുല്ല നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ ഇത് നിറയെ പൂത്തിങ്ങനെ നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാറ്റ്സ് ക്ലോയ് ആണെങ്കിലും നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നിറയെ ഫ്ലവർ ആയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗാർഡനിങ് അല്ല കേട്ടോ, കുക്കിങ്ങും അല്ല. ഇന്ന് ഞാൻ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കിച്ചണിലേക്ക് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് 1-2 സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ ഇതൊക്കെയാണ്. മറ്റാർക്കും ഫുഡൊന്നും ഉണ്ടാക്കേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ലളിതമാണ്. കുറച്ച് റോൾഡ് ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി പഴവും നട്ട്സൊക്കെ ഇട്ടിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഓട്സ് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടില്ല. അവിൽ മിൽക്ക് പോലെ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. സാധാരണ ഇത് പേസ്റ്റ് ചെയ്തെടുക്കലാണ്, പക്ഷേ എനിക്ക് അത് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മിക്സ് ഈ ഓട്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതാ കിച്ചണിലേക്ക് ഇന്ന് ഞാൻ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു ബോക്സ് വെച്ചിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തേനീച്ചപ്പെട്ടിയുടെ ഒരു ബോക്സാണ്. ഇതിൻ്റെ ഫ്രെയിം ബാക്കിയൊക്കെ ഉപയോഗിച്ച് ഞാൻ സിറ്റ് ഔട്ടിലൊക്കെ ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുൻപ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വൈറ്റ് പെയിൻറ്റ് ആദ്യം ഒന്ന് ചെയ്ത് കൊടുത്തു, പക്ഷേ അത്ര അങ്ങ് തെളിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊരു യെല്ലോ പെയിൻറ്റ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഴയ ടേബിൾ മാറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഒരു പാകത്തിന് കട്ട് ചെയ്തെടുത്തു, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓയിൽ ബോട്ടിൽസൊക്കെയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ഓയിൽ ബോട്ടിൽ മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് ചായപ്പൊടിയുടെയും പഞ്ചസാരയുടെയും ഒക്കെ ടിന്ന് അതിൻ്റെ അകത്ത് വയ്ക്കാം. പക്ഷേ ഞാൻ ആദ്യം ഒന്ന് വെച്ച് നോക്കി. പിന്നീട് ചിന്തിച്ചപ്പോൾ എന്തായാലും നമ്മൾ ഓയിലൊക്കെ എടുക്കുമ്പം അതിൽ 1-2 ഡ്രോപ്സൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്കത് ആ പഞ്ചസാരയുടെയും ചായപ്പൊടിയുടെയൊക്കെ ടിന്ന് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ താല്പര്യം തോന്നിയില്ല. പകരം വെറുതെ ഒരു ഷോയ്ക്കൊരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇൻഡോർ പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ജനാലയുടെ അടുത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് പീസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ബോക്സ് നമുക്കൊന്ന് ഡെക്കോർ ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ എൻ്റെ സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ അത് കുക്കിംഗ് ആവാം, ചിലപ്പോൾ ക്രിയേറ്റീവ് ഐഡിയാസ് ആവാം, ഗാർഡനിങ് ആവാം. അങ്ങനെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻഡോർ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് കുറച്ച് പ്ലാന്റുകൾ വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് പ്ലാന്റ് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഏത് സാധാരണ പ്ലാന്റുകൾ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വയ്ക്കാവുന്നതാണ്. അതിൽ നിന്ന് വെള്ളമൊന്നും ലീക്കാവാത്തത് കൊണ്ട് നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും അത് വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു റോളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡ് മേടിച്ചിട്ട് ഇങ്ങനെ റോള് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതിലൊരു ഗ്രീൻ കളർ ക്ലോത്ത് ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ സ്റ്റിക്കറാണെങ്കിലും നമുക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് പെൻ ഹോൾഡറായിട്ടൊക്കെ നന്നായിട്ട് ടേബിളിൻ്റെ മുകളിൽ വെക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു ഇൻഡോർ പോട്ടായിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഗ്രീൻ കളർ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരുപക്ഷെ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ അത് ഡയറക്റ്റ് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് ബോക്സാണ്. അത്യാവശ്യം കട്ടിയുള്ളൊരു ബോക്സാണ് കേട്ടോ. അതിൻ്റെ 4 സൈഡ് ഞാൻ ഗ്ലൂ ഗൺ വെച്ച് അതിൻ്റെ സൈഡിലേക്ക് തന്നെ ഒട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും ബോക്സ്. അപ്പോൾ അത് 4 ഭാഗവും ഒന്ന് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇത് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണമെങ്കിൽ നമുക്ക് ഭംഗിയുള്ള ക്ലോത്തുകളൊക്കെ ഇതിൽ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ. ഇല്ലെങ്കിൽ സ്റ്റിക്കറുകളാണെങ്കിലും വാൾ സ്റ്റിക്കറൊക്കെ ആണെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. പക്ഷേ ഞാനിത് അലമാരയുടെ ഉള്ളിൽ ഇങ്ങനെ ഒഴിഞ്ഞ ബോട്ടിലുകളുണ്ടല്ലോ, നമ്മൾ അച്ചാറും തൈരൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിലുകളുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള എംപ്റ്റി ബോട്ടിൽസും അതുപോലെ നമ്മൾ കുന്തിരിക്കം അതുപോലെ എപ്പോഴും എല്ലാ ദിവസവും എടുക്കാത്ത കുറച്ച് സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ടിന്നുകളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം അത്തരം സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച ബോട്ടിൽസും എംപ്റ്റി ബോട്ടിൽസും അതുപോലെ കണ്ടെയ്നറും ഒക്കെ നമുക്ക് ഇത്തരം ബോക്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വെച്ച് അലമാരയ്ക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒതുക്കി വയ്ക്കാവുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ, ഒരു ബോട്ടിലൊക്കെ ആവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഐഡിയാസൊക്കെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും ഒന്ന് ഡെക്കോർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മസംതൃപ്തി ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളും നിങ്ങളുടെ കിച്ചണിലും നിങ്ങളുടെ ബെഡ്റൂമുകളിലും നിങ്ങളുടെ ഹാളിലും ഒക്കെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ചെറിയ വീഡിയോ ഒന്നും നിങ്ങൾക്ക് തോന്നിയാലും ഒരുപാട് നേരം എടുത്ത് ചെയ്തതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.